എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. നമ്മുടെ മാവിൻ്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകളൊക്കെ പൂത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ സെപ്റ്റംബറിലും ഒക്ടോബർ മാസങ്ങളിലൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മളൊരു മാവ് പൂക്കേണ്ടത്, പൂക്കാൻ കൊടുക്കേണ്ട വളം, അതുപോലെ നമ്മളൊരു മാവ് എങ്ങനെയാണ് നമുക്കൊരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ആയിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നുണ്ട്. ഞാനത് പൂത്തത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പൂത്തതാണ്. ആ സമയത്താണ് നമുക്ക് മഴ പൊടിച്ചിട്ട് ആ പൂവുകളൊക്കെ കരിഞ്ഞു പോയതാണ്. അതിനുശേഷം ആദ്യം പൂ പിടിച്ചതാണ്. നമ്മുടെ നാംഡോക്ക് മായൊക്കെ നന്നായിട്ട് പൂത്തിട്ട് ഏകദേശം കണ്ണിമാങ്ങ ആവേണ്ട പരിധിയിലെത്തിയപ്പോഴാണ് അന്ന് മഴ ഒരേ പിടുത്തം പിടിച്ചത്. ആ മഴക്ക് തന്നെ ഏകദേശം മാവുകളൊക്കെ കംപ്ലീറ്റ് പോയി. ഇപ്പം പൂക്കേണ്ടത് ഇതിനു മുമ്പേ പൂക്കേണ്ടതായിരുന്നു. കാരണം ഡിസംബർ പകുതിക്ക് ശേഷം തന്നെ നമ്മുടെ മാവ് പൂത്ത് നമുക്ക് ജനുവരി ഫസ്റ്റോട് കൂടി തന്നെ നമുക്ക് കണ്ണിമാങ്ങ ആവേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പം പൂക്കുന്നത്ര നമ്മുടെ മാവ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കാലാപ്പാടി മാങ്ങയാണ്. ഇത് കണ്ട മാവാണ് ഈ കാണുന്നത്. നിറയെ പൂത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഭാഗത്തിൽ. ഇത് മുകളിലെ ഭാഗത്തോളം, കാരണം അത്രയും പൂവുണ്ടായ ഒരു മാങ്ങയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് പൂത്ത് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടിയ ഒരു മാവാണ് ഈ കാണുന്നത്. ഇത് കാലാപ്പാടിയാണ്. കാലാപ്പാടി നമുക്ക് ഒരു 1-2 പ്രാവശ്യം നമുക്ക് മാങ്ങ ഉണ്ടാകുന്നൊരു മാവ് തന്നെയാണ് നമ്മുടെ കാലാപ്പാടി. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നാംഡോക്ക് മായുടെ ഒരു പ്ലാന്റ് ആണ്. ഇത് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല പോലെ നമുക്ക് മാങ്ങ തരുന്ന ഒരു മാവ് തന്നെയാണ്. ആവശ്യം ശരിക്കും കാലാവസ്ഥന്റെ പ്രശ്നം കൊണ്ട് ഇപ്പൊ ആദ്യം ആ മാങ്ങ പൂവ് കംപ്ലീറ്റ് കരിഞ്ഞു പോയി. അത് കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. രണ്ടാമത് പൂത്ത് വരുന്നതാണ്. ഇതിന്റെ മുകളിൽ ഭാഗത്തൊക്കെ പൂത്ത് റെഡിയായി വരുന്നേ ഉള്ളൂ. ഇപ്പം പൂവ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അത് ഏകദേശം ഈ വർഷത്തെ ഒരു ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ഏകദേശം മാങ്ങ ആവേണ്ട സമയമായി. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ അൽഫോൻസയാണ്, രത്നഗിരി അൽഫോൻസ്. ഇവിടെയൊക്കെ പൂവുണ്ട്. കണ്ണി മാങ്ങയായിട്ടുണ്ട്. കണ്ടില്ലേ, മാങ്ങ കണ്ടില്ലേ? ഇതൊക്കെ മാങ്ങ ആയി വരുന്നുണ്ട്. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ കോട്ടൂർ കോണാണ് ഈ കാണുന്നത്. ഇതൊരു തിരുവനന്തപുരത്തിന്റെ മാങ്ങയാണ്. ഇതൊക്കെ നമുക്ക് ഡ്രമ്മിൽ പെട്ടെന്ന് കായ്ക്കുന്നൊരു മാവാണ്. ഇതും പൂത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല പോലെ മാങ്ങ കിട്ടുന്നൊരു പ്ലാന്റാണിത്. അതുപോലെ ഈ കാണുന്നത് ഇതൊരു 50 ലിറ്ററിന്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ പ്ലാന്റ് ചെയ്തൊരു തെയ്യാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കിങ് ഓഫ് ചക്കപ്പാത്താണ്. ഇത് തെയ്യ് ആരോഗ്യം കുറവാണ്, ചെറിയൊരു തെയ്യാണ്. അതുകൊണ്ട് തന്നെ ഒരു മാങ്ങ മാത്രമേ ഞാൻ നിലനിർത്തിയുള്ളൂ. ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്, പൂവ് നുള്ളി കളഞ്ഞതാണ്. നമുക്ക് മാവിന്റെ പ്ലാന്റ് നമ്മൾ വെച്ചപാട് തന്നെ നമുക്ക് പൂവുണ്ടെങ്കിൽ ആ പൂവുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. കാരണം മാങ്ങ ആയിക്കഴിഞ്ഞാൽ ആ മാവിന്റെ ആരോഗ്യം തന്നെ കുറഞ്ഞു പോകും. അപ്പം നമ്മൾ ഒരു 2 വർഷം 3 വർഷത്തിന് ശേഷം മാവുകൾ കായ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ഒരു 2 വർഷം വരെയെങ്കിലും നമ്മൾ ആ പൂവ് നുള്ളിക്കളഞ്ഞിട്ട് നമുക്ക് തെയ്യൊന്ന് ആരോഗ്യം വെക്കുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കണം. വളപ്രയോഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ കുളമ്പ് മാവാണ്. കണ്ടില്ലേ, കുളമ്പൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകളിലെല്ലാം കാണാൻ പറ്റില്ല. ഒക്കെ നന്നായിട്ട് പൂത്ത് റെഡിയായിട്ടുള്ള ഒരു മാവാണ്. ഞാൻ ഈ ടെറസിന്റെ മുകളിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് കുറച്ച് കാലമായി. ഞാനിനി ഈ മാവ് പൂത്തത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മാവിന്റെ തൈകൾ വാങ്ങിച്ച്, ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, നമ്മളൊരു ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണി കൂടുതലാണ്. അങ്ങനെ വെക്കുന്ന തൈകൾ നല്ല തൈകൾ വാങ്ങിച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങി വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം വില കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്ന തൈകൾ കൊണ്ടുപോയിട്ട് ഡ്രമ്മിൽ വെച്ചിട്ട് അത് കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല മദർ പ്ലാന്റിൽ നിന്നും ബെഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ചെയ്ത തൈകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള തൈകൾ മാത്രമേ നമ്മൾ എന്ത് വളപ്രയോഗം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കായ്ക്കുകയുള്ളൂ. അല്ലാത്ത ഒരു തൈകളും നിങ്ങൾ ഇനി എത്ര വളപ്രയോഗം ചെയ്തിട്ടും അത് കായ്ക്കൂല. കാരണം കായ്ക്കാത്ത തൈൻ്റെ മുകളിൽ നിന്ന് ഗ്രാഫ്റ്റിങ്ങോ ബെഡിങ്ങോ ചെയ്ത തൈകൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കായ്ക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നല്ല തൈകൾ സെലക്ട് ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ഡ്രമ്മിലോ ഒരു ചട്ടിയിലോ നിങ്ങൾ തൈ പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോട്ടിങ് നന്നായിരിക്കണം. ഇതൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഈ റോയൽ ഗാർഡൻ എന്നെൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാവിൻ്റെ പരിചരണം, അതിൻ്റെ വളപ്രയോഗം, കായ്ക്കാൻ എന്ത് വളമാണ്, പൂക്കാനും കായ്ക്കാനൊക്കെ എന്ത് വളപ്രയോഗമാണ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് വിവിധ ഇനം മാവിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡെലിവറി ഇല്ല, ഇവിടെ തന്നെ വന്നിട്ട് വാങ്ങിക്കണം. എൻ്റെ ഈ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്താണ്. ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബിഗ് സൈസ് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. എല്ലാ തൈകളും ഏകദേശം നമ്മുടെ ഈ നാട്ടിൽ കായ്ക്കുന്നതായിട്ടുള്ള ഏകദേശം മാവിൻ്റെ വിവിധ ഇനം മാവിൻ്റെ പ്ലാന്റുകൾ എൻ്റെ നഴ്സറിയിൽ സ്റ്റോക്കുള്ളതാണ്.
അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.